യെസ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം ഈ മണ്ണിടിഞ്ഞു വീണ ആ വലിയ മലയുടെ മുകളിൽ നിന്നും പകർത്തിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യമാണ് കാണുന്നത്. ദൂരെ കാണാൻ കഴിയുന്നത് ആ ഒഴുകിപ്പോകുന്ന പുഴയാണ്. നോക്കൂ, ആ പുഴയ്ക്ക് മുകളിലേക്ക്, പുഴയുടെ ജലനിരപ്പിനും മുകളിലേക്ക് മണ്ണ് അവിടെ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അളവിലുള്ള മണ്ണ് അങ്ങോട്ട് തെറിച്ചുപോയി എന്നൊന്ന് ആലോചിക്കണം. ഇതാ തൊട്ട് താഴെ കാണുന്നത് റോഡാണ്. ഇത് ആളുകൾ നിൽക്കുന്ന സ്ഥലം കാണുന്നത് റോഡാണ്. ഇപ്പോൾ ഈ ക്യാമറയിൽ നിന്നും ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുന്നത് ആ മലയുടെ മുകളിൽ നിന്നാണ്. ഇത് ആ മലയുടെ മുകളിൽ നിന്നാണ് ആ ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴെ കാണുന്ന റോഡാണ്. റോഡിന് അപ്പുറവശം ആണ് പുഴയായി കാണുന്നത്. അങ്ങനെയെങ്കിൽ എത്ര വലിയ ദൂരത്തേക്ക്, എത്ര വലിയ അളവിൽ ഈ മല ഒലിച്ചുപോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാധാരണ മണ്ണൊലിപ്പോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ദുരന്തമോ ഒന്നുമല്ല അവിടെ സംഭവിച്ചത്. മറിച്ച് ഒരു വലിയ മേഖല, ഒരു മല തന്നെ പൂർണ്ണമായും ഒലിച്ചില്ലാതായി പോയി എന്നതാണ്. സ്വാഭാവികമായി എൻ്റെ അടിയിൽപ്പെട്ടിരുന്ന വാഹനങ്ങളെല്ലാം എൻ്റെ അടിയിലേക്ക് പോയി. അതുകൊണ്ട് ഇന്നലെ ഈ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മണ്ണ് മാറ്റാൻ ഇത്ര വൈകൽ ഉണ്ടാവുന്നത്, അത് വേഗത്തിൽ മാറ്റാൻ കഴിയില്ല എന്നതായിരുന്നു നമ്മൾക്ക് പലർക്കും തോന്നിയ സംശയം. പക്ഷേ അപകട സ്ഥലത്തേക്ക് നേരിട്ടെത്തിയപ്പോൾ ബൈജു പോലും പറഞ്ഞത്, ബൈജു നേരിട്ട് ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ്. ബൈജു പറയുന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്ര വലിയൊരു ദുരന്തമായി അത് മാറി എന്നതാണ്. അതാണ് അവിടുത്തെ സാഹചര്യം. ഒരു JCB യോ 2 JCB ഒന്നും ഉപയോഗിച്ചാൽ മണ്ണ് മാറ്റാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഏത് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റുമെന്നൊരു ആശങ്കയും എല്ലാവർക്കും മുന്നിലുണ്ടായിരുന്നു. ഇത് ആളുകൾ ആ നിൽക്കുന്ന സ്ഥലമാണ് റോഡ്. ഇപ്പോൾ ക്യാമറ നിൽക്കുന്ന സ്ഥലമാണ് ആ ഉയർന്ന പ്രദേശം. അതിൻ്റെ തൊട്ട് താഴെയാണ് പുഴ. മറുവശത്താണ് പുഴ ഒഴുകുന്നത്. അതാണ് സാഹചര്യം. ഇപ്പോൾ ആ റോഡിലേക്ക് വീണ മണ്ണ് ഏറെക്കുറെ ആ ഭാഗത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടാവും. ഒരു പക്ഷേ റോഡിൻ്റെ മറുവശത്താവാം വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ അർജുൻ്റെ അടക്കമുള്ള അവിടമാണിപ്പോൾ ഇനി മണ്ണ് മാറ്റപ്പെടേണ്ടത്. അവിടെയാവണം ഇനിയിപ്പോൾ അത്തരം പരിശോധനകൾ നടക്കേണ്ടത്. എന്തായാലും അവിടം കേന്ദ്രീകരിച്ചാണിപ്പോൾ പരിശോധനകളും നടക്കുന്നത്. കേരളം പ്രതീക്ഷയോടെ